രാഹുൽ, അവിടെ പൊതുദർശനത്തിന് എത്തുന്നവരുടെ എത്രമാത്രം ജനക്കൂട്ടം ഇപ്പോൾ അവിടെ ഉണ്ട്? പൊതുദർശനം വൈകിട്ട് 4 മണിയോടുകൂടി അവസാനിക്കാനാകുമോ? പ്രമേഷ്, ഇപ്പോഴും കൂടുതൽ ആളുകൾ MTയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. 4 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. 5 മണിക്ക് സംസ്കാരം എന്ന തീരുമാനത്തിൽ തന്നെയാണ്. ഏതായാലും ഈ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടിലേക്ക് വരിവരിയായാണ് ആളുകൾ പോകുന്നത്. അപ്പം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ആളുകൾ തിരികെ മടങ്ങുകയും കൂടിയാണ്. MTയെ കണ്ടിറങ്ങിയതാണോ? കണ്ടോ? അതെ, കണ്ടു. നേരത്തെ വന്നായിരുന്നോ? 1 മണിക്കൂർ മുമ്പേ വന്നു. 1 മണിക്കൂറായല്ലേ? ഫ്രീ ആയിട്ട് ആത്മബന്ധം വായനയിലൂടെയാണോ അതോ? അല്ല, അയാളൊരു പടത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളാക്കല്ലോ, അങ്ങനെ വന്നതാണ്. കണ്ണൂരിൽ നിന്ന് വന്നതാണ്. കണ്ണൂരിൽ നിന്ന്? ഓക്കെ. കണ്ടോ? കണ്ടു. വളരെ വിഷമമുണ്ട്. എന്താ പറയുക, കോഴിക്കോടിന് വളരെ നഷ്ടമായി. ഒരു അതുല്യ പ്രതിഭയെ കോഴിക്കോട് നഷ്ടമായി. കാണാൻ നിൽക്കുന്നതാണോ കണ്ടിറങ്ങിയതാണോ? കണ്ടിറങ്ങിയത്. വടകരന്ന് വരുന്നതാണ്. മലയാളത്തിൻ്റെ മഹാനഷ്ടം തന്നെയാണ്. എന്താണ്? കണ്ടിറങ്ങിയതാണ്. കണ്ടു. ഞാൻ വായനകളിലൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അല്പസമയം കൂടിയേ ഉള്ളൂ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ. അതെ, തീർച്ചയായും. ഇവിടെ ഒരു ശ്മശാനമുണ്ട് കോഴിക്കോട്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇന്ന് സാറ്. ഉദ്ഘാടനം മൂപ്പരെ ശരീരമാണ്. പിന്നെ പ്രവിശ്യ അതുതന്നെയാണ്. കൃത്യം 5 മണിക്കാണ് സ്മൃതിപഥം എന്ന പേരുള്ള മാവൂർ റൂട്ടിലുള്ള ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു MLA കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ സമയം കുറഞ്ഞു വരുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് കാഴ്ച. കൃത്യം 4 മണിക്ക് തന്നെ പൊതുദർശനം അവസാനിപ്പിക്കണമെന്ന തീരുമാനമാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് ഏതായാലും സംസ്കാരം നടക്കുക എന്നത് തന്നെയാണ്.